എൻ്റെ പ്രിയ സുഹൃത്താണ് ശ്രീമതി മിനി. പക്ഷേ മാർക്കറ്റിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ തുറക്കരുതെന്ന് അത് ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത്. കട തുറക്കണോ വേണ്ടയോ മാർക്കറ്റിൽ പ്രസംഗിക്കുന്നതിൻ്റെ അടിമകളല്ല വ്യക്തികൾ. എന്താ പണിമുടക്കെന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ കട നിർബന്ധപൂർവ്വം അടപ്പിക്കാൻ കഴിയുമോ? ഇതെന്താ സിൻഡിക്കലിസം നിലനിൽക്കുന്ന സൊസൈറ്റിയാണോ? ഉൾപ്പെടെയുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രീയ അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടി എത്ര നടപടികൾ, നമ്മൾ നിശബ്ദമായിട്ടുള്ള വിപ്ലവങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലേ? ഇത്തരത്തിൽ മുഷ്കാണ് പ്രകടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ കേരളത്തിലെ മാധ്യമം അത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം പുറത്തു വരികയില്ല. ഇന്ന് അവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോകാത്തത് നീ രാവിലെ ഗുളി കഴിച്ചില്ലേ? നീ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ ചിരിക്കുന്നതിന് അവരുടെ സ്വമനസാല എടുത്തിട്ടുള്ള നിങ്ങൾ ചിരിക്കണ്ട. നിനക്ക് പൊല ഗുളിയും തമാശയില്ലടാ. ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവില്ല. ഇത് 3 ഇൻസിഡന്റ് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു ഡൽഹിയിൽ ഉണ്ടായില്ല. ആയിക്കോട്ടെ 15ഓ 100ഓ കാണിക്കൂ. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ആയിക്കോട്ടെ 15ഓ 100ഓ കാണിക്കൂ. നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം.